നമ്മൾ ഒരിക്കലും ആളുകളെ വഞ്ചിച്ചിട്ട് ചെയ്യരുത് എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ആ സമ്പത്ത് മുഴുവനും ദൈവം മറ്റൊരു കാര്യത്തിലൂടെ ഇവിടെ ഇറക്കിച്ചിരിക്കും. നിങ്ങളുടെ കുട്ടികൾക്ക് കിഡ്നി രോഗം വരുന്നത് നമ്മൾ അനധികൃതമായിട്ടുണ്ടാക്കുന്ന സമ്പത്ത് ചെലവഴിക്കാനുള്ള ഒരു മാർഗമായിട്ട് ദൈവം ഓപ്പൺ ചെയ്യും. ഞാൻ പറയാൻ മനസ്സിലായോ? നമ്മൾ വഞ്ചനയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്താണെങ്കിൽ ആ സമ്പത്ത് നിമിത്തം നമ്മുടെ കുട്ടികൾ നെഞ്ചിൽ നെരിപ്പോട് തീർത്തിട്ട് വിഷമിച്ച് കരഞ്ഞിട്ട് ബെഡിൽ കിടക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. കാരണം ഈ സമ്പത്ത് മോശമായി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കെടുതികളും നമ്മുടെ തലമുറക്കുണ്ടാവും. അവിടെ ദയവ് ചെയ്തിട്ട്, ഇപ്പോൾ ഹോട്ടലാണ് നമ്മൾ നടത്തുന്നത്, ഹോട്ടലിൽ ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്യണ്ടെന്ന്, ആ ബിസിനസ് നമുക്ക് വേണ്ടെന്നാണ് തീരുമാനിക്കണം. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, മത്സ്യ കച്ചവടത്തിൽ അമോണിയായിരുന്നു ആദ്യം ഇട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലും ഭീകരമായി ശവത്തിലിടുന്ന സാധനം ഇടാൻ തുടങ്ങി. എന്നോട് കച്ചവടക്കാരനെ പറഞ്ഞ കാര്യം. അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന വിപത്തുകൾ അറിയാവുന്ന നമ്മൾ ദയവ് ചെയ്തിട്ട് അങ്ങനെ ഒരു മീൻ ആളുകളെ കൊണ്ട് കഴിപ്പിക്കണ്ട. രത്തൻ ടാറ്റ എന്തുകൊണ്ടാണ് ഇത്രയും മാത്രം വലിയൊരു ബിസിനസ്സുകാരനായി മാറിയത്? എത്തിക്സോട് കൂടി പോയതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ എത്തിക്സിനെ പറ്റി നിങ്ങൾ പഠിക്കും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മളെ കച്ചവടത്തിൽ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ആളുകൾക്ക് അപകടമുണ്ടാക്കുന്ന പച്ചക്കറി അത് കേടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ വക എന്തൊക്കെയോ തെളിച്ചിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അത് കേടാണെന്ന് നമുക്ക് ബോധ്യമുണ്ടായാൽ ദയവ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഈ രാജ്യത്തിലെ ഒരു കുട്ടിയെ കൊണ്ട് അത് കഴിപ്പിക്കല്ലേ. അപ്പൊ നിങ്ങൾ പറയും അതൊക്കെ ഇവിടെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന പണിയല്ലേ എന്ന്. എല്ലാവരും ഡ്രസ്സില്ലാതെ നടന്നാൽ നമ്മളും നടക്കുമോ? ഇല്ലല്ലോ. നമുക്ക് നമ്മുടെ വാല്യൂസ് ഉണ്ട്, നമുക്ക് നമ്മുടെ എത്തിക്സ് ഉണ്ട്. അതുണ്ടെങ്കിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോയാൽ മതി എന്ന്. അതല്ലേ അതിൻ്റെതായ ഒരു രസം. അതുകൊണ്ട് നമ്മൾ കീടനാശിനികൾ ഉപയോഗിച്ചോ മോശമായ സാധനങ്ങൾ വിറ്റിട്ടോ അല്ലെങ്കിൽ ഇത് കേടാണെന്ന് അറിഞ്ഞിട്ടും, അങ്ങനെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഡേറ്റ് കഴിഞ്ഞതിൽ പുതിയ സ്റ്റിക്കർ വെച്ചിട്ട് പതിപ്പിച്ചിട്ടോ നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ കൊല്ലാക്കൊല കൊടുക്കല്ലേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം നോക്കിക്കോ. ആ കുട്ടിക്ക് ചിലപ്പോൾ അസുഖം വരേ ഉള്ളൂ. നമ്മുടെ മക്കൾ ആ അസുഖം കാരണത്താൽ ബെഡിൽ കിടന്ന് കരഞ്ഞ് ഈ ലോകത്തോട് അപ്പതിച്ചു പോകുന്ന അവസ്ഥ നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് മോശമായതൊന്നും കൊടുക്കണ്ട. അങ്ങനെ ഒരു മോശമായത് നമ്മൾ ഉണ്ടാക്കും വേണ്ട എന്ന് സ്വയം തീരുമാനിച്ചാൽ വാല്യൂസ് ഉള്ള, എത്തിക്സ് ഉള്ള ബിസിനസ്സുകാരായി നമ്മൾ മാറും.